ഗായ്സ്, എല്ലാവർക്കും DDSS വ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് അടിപൊളി മത്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ, മത്തി നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് ഒരു 2.5 സ്പൂൺ, 1 കിലോ മത്തിയാണ്, 2.5 സ്പൂൺ മുളകും കുറച്ച് അതിനാവശ്യമായ ഉലുവായും ചേർത്ത് ഇളക്കി വെച്ചിരിക്കുകയാണ്. ഉള്ളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അല്പം വെള്ളത്തിനകത്ത് വീണ്ടും കുതിർക്കാനായിട്ടിട്ട് വെച്ചിരിക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കൊച്ചുള്ളി ഒരു 10-15 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. എരിവിന് ആവശ്യമായ മുളക്, വളരെ കുറച്ച് എരിവ് മതിയെങ്കിൽ ചെറിയ 2 മുളക് ചേർത്താൽ മതിയാവും. കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് ഇതിൽ കൂടുതൽ ചേർക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് മത്തിക്കറിക്കായി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ചട്ടിയെ നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. മൺചട്ടിയിലാണ് വെക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ചാണ്, വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചാൽ മതിയാകും. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ മാത്രമാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടത് അതുപോലെ ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഒരുവിധം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളിയും നന്നായി ഒന്ന് വഴറ്റുക. വളരെ കുറച്ച് ആയാൽ മതി. ഒരുവിധം ഒന്നായിട്ടുണ്ട്. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് വഴറ്റുന്നതിന് ആവശ്യമായ എണ്ണ മാത്രമേ, അത് വളരെ കുറച്ച് എണ്ണ മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൽ പച്ചമുളക് ഞാൻ കീറി ഇട്ടിട്ടില്ല. എരിവ് അധികം വേണ്ട, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. എരിവ് ആവശ്യമുള്ളവർക്ക് ചെറുതായിട്ടതൊന്ന് കീറിയിടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുളക് പൊടിയും അതുപോലെ ഉലുവാപ്പൊടിയും മിക്സ് ചെയ്തത്, 2 എണ്ണം മാത്രമേ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുള്ളൂ. അത് വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്തേക്കുന്നത്. വെച്ചാൽ ഈ രീതിയിലൊന്ന് ആക്കി വെക്കുക. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പാത്രത്തിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചെറിയ രീതിയിൽ ഇതൊന്ന് ആക്കി ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ച ആ പാത്രത്തിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം പ്ലേറ്റിൽ തന്നെ ഒഴിച്ചുകൊണ്ട് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കുക. ഇതിന് ഉപ്പുണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്തപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ട്, നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കുക. ഇച്ചിരി കൂട്ടിയിട്ട് ഇതിന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക. നല്ലതുപോലെ തിളക്കട്ടെ. അപ്പോൾ നമുക്കിതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മീൻ ഓരോന്നായി പുറക്കി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നമുക്കൊരു 10-15 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. നല്ലതുപോലെ തിളച്ചു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ മത്തിക്കറി തയ്യാറായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.